അടുത്തത് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈഫ് യൂസ് ചെയ്തിട്ട് ഈഫ് ഗ്രേറ്റർ ദാൻ എന്താ 1 ആണെങ്കിൽ മൾട്ടിപ്പിൾ ഐറ്റംസും, അല്ലെങ്കിൽ എന്താ ഈക്വൽസ് ടു 1 ആണെങ്കിൽ സിംഗിൾ ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടേബിളിൽ കോളം ക്രിയേറ്റ് ചെയ്തൊക്കെ ചെയ്തതാണ്. സെയിം തന്നെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇവിടെ വരുന്നത്. അപ്പം റിപ്പോർട്ട് പേജിൽ അല്ലെങ്കിൽ വിഷ്വലൈസേഷനിൽ നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുമ്പോൾ എന്താ, കളറിലാണ് ചേഞ്ചസ് വരാം. അപ്പൊ നമുക്ക് പല ടൈപ്പിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ബാർ യൂസ് ചെയ്തിട്ട് ബാറിന്റെ കളർ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഐക്കൺസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾക്ക് ആ ഒരു ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ളതിനൊക്കെ ഒരു കളറ്, അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആയിട്ടുള്ളതിന് മൊത്തം ഒരു കളർ, അങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഒക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ അങ്ങനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ബാക്ക്ഗ്രൗണ്ട് കളർ, ഫോണ്ട് കളർ, ഡാറ്റാ ബാസ്, ഐക്കൺസ് ഓർ വെബ് URL. ഇങ്ങനെയൊക്കെ ഈ ഒരു ടൈപ്സിലൊക്കെ നമുക്ക് ആ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഫിൽറ്ററിങ്ങും എങ്ങനെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന പേജിൽ ടേബിൾസ്, ഒരു ടേബിൾ എടുക്കാം, വിഷ്വലൈസേഷൻ ആ ബോക്സിൽ നിന്ന് ഒരു ടേബിൾ എടുക്കാം. അതിൽ വരുന്ന കോളംസ്, ഇതിൽ വരേണ്ട കോളംസ് ആണ് കാറ്റഗറി നെയിം, പ്രൊഡക്റ്റ് നെയിം, ടോട്ടൽ ഓർഡേഴ്സ്, റവന്യൂ, റിട്ടേൺസ് റേറ്റ്. അപ്പൊ ഇത്രയും ആഡ് ചെയ്തിട്ട് നമുക്ക് ഡാഷ്ബോർഡിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. പവർ BI ഓപ്പൺ ചെയ്യാം. ദെൻ ഡാഷ്ബോർഡ് എടുക്കാം. ഓക്കെ, റൈറ്റ് സൈഡിൽ കണ്ടോ ടേബിൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ വാല്യൂസ് ആണ്, ഏതൊക്കെ കോളംസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യം അവർ പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി നെയിം ആണ്. അപ്പോ കാറ്റഗറി നെയിം ഒന്നില്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ടേബിളിന്റെ ഉള്ളിൽ കൊണ്ട് ഡ്രാഗ് ചെയ്യാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് നെയിം ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് നെയിം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ഓർഡേഴ്സ് ആണ്. ടോട്ടൽ ഓർഡേഴ്സ് ആഡ് ചെയ്തു. നെക്സ്റ്റ് എന്താ, ടോട്ടൽ റവന്യൂ. അതിനുശേഷം റിട്ടേൺസ് റേറ്റ്. ഓക്കെ, റിട്ടേൺ റേറ്റും ആഡ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ശരിക്കും ഒരു ടേബിൾ വ്യൂ പോലെ നമുക്ക് ഈ ഒരു വിഷ്വലിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ആഡ് ചെയ്ത വാല്യൂസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ PPT എടുത്ത് നോക്കാം. ഇനി നമ്മളോട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എങ്ങനെയാണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടേബിൾ യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യാം, ദെൻ നമുക്ക് ഫിൽറ്ററിങ് ചെയ്യാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇപ്പോ കളർ ആയാലും ഫോണ്ട് ആയാലും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് എവിടെയാ, ഇവിടെ ഫോർമാറ്റിലാണ്. സെയിം അതിൽ തന്നെയാണ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പം ടേബിൾ സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് എടുത്തു, അതില് സെൽ എലമെന്റ്സ് കണ്ടോ, സെൽ എലമെന്റ്സ് സെലക്ട് ചെയ്യുക. സീരീസ് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ഈ ടേബിളിൽ നമ്മളിപ്പോ ആഡ് ചെയ്തിരിക്കുന്ന കോളംസ് ആണ് ഈ സീരീസിൽ വരുന്നത്. കണ്ടോ, നമ്മൾ എത്ര കോളം ആഡ് ചെയ്തിട്ടുണ്ടോ ആ കോളം മൊത്തം ഇവിടെ വരും. അപ്പൊ ഞാൻ ഇതിൽ ഇപ്പം ടോട്ടൽ ഓർഡേഴ്സ് എടുക്കുകയാണ്. അപ്പൊ ടോട്ടൽ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കോളത്തിന്റെ ഡാറ്റാബാസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ ആ ഒരു വിഷ്വലിൽ കാണിച്ച പോലെ. അപ്പൊ ഞാൻ ടോട്ടൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ മറ്റെങ്കിൽ മാറ്റാം, ഫോണ്ട് കളർ, ഡാറ്റാ ബാസ്, ഐക്കൺസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഓൺ ചെയ്തിടണം ആദ്യം. ദെൻ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ കളർ ഫിക്സ് ചെയ്യാം. പോസിറ്റീവിന് ഞാനൊരു ലൈറ്റ് ബ്ലൂ കൊടുത്തു, നെഗറ്റീവിന് ഞാൻ വേറൊരു ഡാർക്ക് ബ്ലൂവും കൊടുത്തിട്ട്